ഹായ് മക്കൾസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഗ്രാമർ പാർട്ടാണ്. ഗ്രാമർ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഗ്രാമറോ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ LKG മുതൽ അങ്ങനെ തന്നെ പറയാം അല്ലെ, നമ്മുടെ KG സെക്ഷൻ മുതൽ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഗ്രാമർ ഉണ്ട്. ആ ഒരു ഗ്രാമറേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തും. 8th പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നോക്കിയോ ആവശ്യമില്ല, ഓൾറെഡി ഉള്ള ഗ്രാമറാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമറാണ്. ബുക്ക് മാറി വന്നപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ പാർട്ട് എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ KG മുതലേ പഠിക്കുന്നതല്ലേ, ഓണ്, അണ്ടർ, ഇന്ന്, ഔട്ട് അല്ലേ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, ബിസൈഡ്, നിയർ, ഇങ്ങനെയുള്ള ഫ്രം, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ചുമ്മാ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ആക്റ്റീവ് ഗ്രാമർ പാർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നോക്കാം. Let's analyze activity 1. Read the following sentence from Malala. Note the highlighted words. My mind transport me back to my school, and there I am united with my friends. Okay. ഇവിടെ നോക്കിക്കേ, മൈ മൈൻഡ് ട്രാൻസ്പോർട്ട്, അവരുടെ മൈൻഡിനെ എങ്ങോട്ട് കൊണ്ടുപോകും? അവരുടെ സ്കൂൾ ലൈഫിലോട്ട് കൊണ്ടുപോകും. സ്കൂൾ ലൈഫിലേക്ക്. ടു എന്ന് പറയുമ്പോൾ ലേക്ക്. There I am reunited with, ആരുടെ കൂടെയാണ്? വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, എൻ്റെ പഴയ ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കൂടെ ഞാൻ വീണ്ടും എന്താണ് ഒരുമിക്കുക അല്ലേ, വീണ്ടും ഒത്തൊരുമിക്കുക. അപ്പോൾ കൂടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ലേക്ക്. വിത്ത് കൂടെ അല്ലേ, വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, വിത്ത് മൈ ഫാമിലി എൻ്റെ ഫാമിലിയുടെ കൂടെ, വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, വിത്ത് മൈ ടീച്ചേഴ്സ് എൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ, വിത്ത് മൈ കസിൻ എൻ്റെ കസിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? വിത്ത് കൂടെ എന്നർത്ഥം. ടു ആണെങ്കിലോ ടു ദ സ്കൂളിലേക്ക്, ടു ദ പാർക്കിലേക്ക്, അങ്ങനെ അതൊരു ലേക്ക് എന്നൊരർത്ഥത്തിൽ. ഇത് നിങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വ്യക്തമായിട്ടുള്ള മീനിങ് വരുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്. നോക്കാം. വിച്ച് വേർഡ് ഇൻ ദ സെന്റൻസ് എബോവ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ കാണിക്കാൻ ടു ആണ് അല്ലേ. എന്താ ഡയറക്ഷൻ? ആ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടേക്ക് പോവാം, ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കാണിക്കാൻ ഇവിടെ ടു ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്യാൻ യു പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഡിനോട്ട് ദ അസോസിയേഷൻ ആൻഡ് കമ്പാനിയൻഷിപ്പ് അല്ലേ? ഒരു കമ്പാനിയൻഷിപ്പ് കാണിക്കുക, ഒരു ഒത്തുചേരൽ, കൂടിച്ചേരലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കാം. വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രൊണോൺ. നൗണിന് മുമ്പോ പ്രൊണോൺസിന് മുമ്പ്. നിങ്ങൾക്കറിയില്ലേ നൗൺ ആൻഡ് പ്രൊണോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നൗൺ മീൻസ് നാമങ്ങൾ, ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര് എന്തോ ആവട്ടെ, അതിനാണ് നൗൺ എന്ന് പറയുന്നത്. പ്രൊണോൺ എന്ന് പറഞ്ഞാലോ ഹി, ഷീ, ഇറ്റ്. നൗണിന് പകരം ഉപയോഗിക്കുന്നവയാണ് പ്രൊണോൺസ്. ആ നൗണിനോ പ്രൊണോൺസിനോ മുമ്പായിട്ട് യൂസ് ചെയ്യുകയും കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ് ആർ പ്രിപ്പോസിഷൻ, അത് മറ്റൊരു വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. നോക്കാം. Note the position of a cat in each picture and fill in the blanks choosing the appropriate preposition from the box below. What has been done for you? നോക്കാം. ഇവിടെ ഒരു പൂച്ചക്കുട്ടി അല്ലേ, നമ്മുടെ ക്യാറ്റ് എവിടെ ഇരിക്കുന്നു മക്കളെ? the cat is sitting beside the box. Now the cat is sitting beside means എന്താ? അരികിൽ. ബിസൈഡ് മീൻസ് എന്താണ്? അരികിൽ എന്നൊരർത്ഥത്തിൽ കേട്ടോ. ബിസൈഡ് മീൻസ് എന്താണ്? അരികിൽ എന്നൊരർത്ഥത്തിലാണ്. Now the cat is sitting beside the box. Then next one, the cat is sitting between the boxes. എന്താണ് ബിറ്റ്വീൻ പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നിരുന്നാൽ പോലും പറയുകയാണ്. ഇടയിൽ, രണ്ടിന്റെയും ഇടയിൽ എന്നൊരർത്ഥത്തിൽ കേട്ടോ. Then in means എന്താ മക്കളെ? then now the cat is in the box. ഉള്ളിൽ. in പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉള്ളിൽ. ഉള്ളിൽ. then now the cat is in front of the box അല്ലേ. now the അപ്പൊ നമ്മളൊക്കെ പറയാറില്ലേ, the car is parking in front of the building അല്ലേ. കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിന് മുമ്പിലാണ്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് മീൻസ് എന്താണ്? യെസ്, മുൻപിൽ. ക്ലിയർ? അപ്പോൾ ബിസൈഡ് അരികിൽ, ബിറ്റ്വീൻ ഇടയിൽ, ഇൻ ഉള്ളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ. ഓക്കെ. നിയർ മീൻസ് എന്താണ്? അരികിൽ. ഓക്കെ, നിയർ മീൻസ് അരികിൽ. ഓക്കെ, നിയർ അടുത്ത് എന്നൊരർത്ഥത്തിൽ കേട്ടോ. നിയർ എന്താണ് ഇവിടെ?
അടുത്ത്. The cat is sitting near the box. The cat is lying under the box. Lying അല്ലേ? ക്യാറ്റ് എവിടെയാണ്? ബോക്സിന് താഴെയാണ് കേട്ടോ, താഴെ. Then next, the cat is sitting on the box. Sitting on the box. On, മുകളിൽ. Over, മുകളിലൂടെ. ഓക്കെ, എന്താണ്? മുകളിലൂടെ. മുകളിലൂടെ എന്നൊരർത്ഥത്തിലാട്ടോ. ഇങ്ങനെ ഓവർ എന്ന് പറയുമ്പോൾ മുകളിലൂടെ എന്നൊരർത്ഥത്തിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ എന്താണ്? ജമ്പിങ് ഓവർ ദ ബോക്സ് ആണ് ഇവിടെ ക്യാറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ അപ്പൊ നിയർ അടുത്ത്, അണ്ടർ താഴെ, ഓൺ മുകളിൽ, ഓവർ മുകളിലൂടെ. ക്ലിയർ? ഓവർ, ബിസൈഡ്, അണ്ടർ, നിയർ, ഓൺ, ബിറ്റ്വീൻ, ഇൻ ഫ്രണ്ട് ഓഫ്. മീനിങ് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. Then now shall we pick out the prepositions in the profile below? അല്ലെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രിപ്പോസിഷൻ എടുത്ത് എഴുതാനാണ്. പ്രിപ്പോസിഷൻ എടുത്ത് എഴുതാൻ നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ മക്കളെ? നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ വാസ് എ ഫേമസ് ഇന്ത്യൻ പോയറ്റ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പോയറ്റ് ആണ്. പ്ലേ റൈറ്റ്, പെയിന്റർ, സോഷ്യൽ റിഫോമർ. ഹി വാസ് ബോൺ ഓൺ 7th May 1861. അവിടെ ഓണ് കണ്ടു അല്ലെ? നമ്മൾ പൊതുവെ ഡേറ്റിന് മുമ്പുള്ള ഓണാണ് കൊടുക്കാറുള്ളത് കേട്ടോ. Then in Calcutta, കൽക്കട്ടയിൽ. And he won the Nobel Prize for Literature. For means വേണ്ടി, literature in 1930. Tagore worked hard for peace and education and for the freedom of the nation. നാഷന്റെ ഫ്രീഡത്തിന് വേണ്ടി. He founded a school based on, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? concept that children should learn freely in nature. പ്രകൃതിയിൽ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ കുട്ടികൾ പ്രകൃതിയിൽ നിന്നും എന്നുള്ളൊരു കൺസെപ്റ്റ്. He passed away on 7th August 1941 at the age of 8. ഈ അറ്റൊക്കെ നിങ്ങൾക്ക് പിന്നെ അറിയാം. എപ്പോഴും അറ്റ് ദ ഏജിന് മുമ്പിലൊക്കെ അറ്റാണ് വരിക അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം അക്യുറേറ്റ് ആയിട്ട് പറയാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അറ്റാണ് ഉപയോഗിക്കുക. ഡേറ്റിന് മുമ്പിൽ ഓണാണ് വരുന്നത്. ബാക്കിയൊക്കെ മീനിങ്ങിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്കൊന്നും കൂടെ ഇനി എന്ത് ചെയ്യാം? അടുത്തൊരു പാർട്ടിലെ ആക്ടിവിറ്റിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു 3 ജാറുകൾ തന്നിട്ടുണ്ട് മക്കളെ. ഈ 3 ജാറിലും കുറച്ച് വേർഡുകളൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒരു ബോക്സിലുണ്ട്. നോക്കാം. പ്രിപ്പോസിഷൻ ഓഫ് ടൈം. ടൈമിന്, സമയത്ത്, ഒരു പ്രത്യേക ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ച് പറയാൻ, ആ സമയത്തെ കുറിച്ച് അല്ലേ? ആ സമയത്താണ് ഞാൻ ആ വർക്ക് ചെയ്തത്, ആ സമയത്താണ് ഞാൻ അവിടെ പോയത്, ഈ സമയത്ത് ഞാൻ ഇവിടെ എത്തും, ഈ ടൈമിൽ എനിക്ക് ഇന്നതാണ് ക്ലാസ്, ഈ ടൈമിൽ എനിക്ക് ഇന്നതാണ് പീരീഡ്, ഈ ടൈമിൽ ഞാൻ കിടന്നുറങ്ങും അല്ലേ? അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അല്ലേ മക്കളെ? അപ്പോൾ ഒരു ടൈമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്, ഒരു പ്രത്യേക സമയമാണ് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഇൻ മെയ്, ഓൺ സൺഡേ അറ്റ് 6 PM. ഇൻ മെയ്, ഇത് നിങ്ങൾ ഉറപ്പിച്ച് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. മാസങ്ങളുണ്ടല്ലോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇങ്ങനെയുള്ള മന്തുകൾ, മാസങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും എന്താ വരിക? ഇന്നാണ് വരിക. അതൊക്കെ എഴുതി വെക്കേണ്ട കാര്യങ്ങളും മനഃപ്പാഠമാക്കേണ്ട കാര്യങ്ങളുമാണ്. ഓക്കെ, മാസങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ അതിനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്ത് പ്രിപ്പോസിഷൻ ഒന്നും ചിന്തിക്കണ്ട. മാസങ്ങൾക്ക് മുമ്പിൽ കറക്റ്റായിട്ട് ഇന്നിടുക. ഓക്കെ, ഇനി അതേപോലെ ഡേറ്റുകൾക്ക് മുമ്പിൽ നമ്മൾ ഓണാണ് ഇടേണ്ടത് കേട്ടോ. ഇവിടെ ഓണ് വരുന്ന രീതിയിലുള്ള ഡേറ്റ് ഇല്ല, ഡേറ്റുകൾക്ക് മുമ്പിൽ ഓണാണ് ഇടുക. അതുപോലെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? വീക്ക് ഡേയ്സ് അല്ലേ? ദിവസങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്തിടും? ദിവസങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഓണാണ് ഇടുക. കറക്റ്റായിട്ട് എഴുതി വെക്കുക. ദിവസങ്ങൾക്ക് മുമ്പിൽ ഓണാണ് ചേർക്കുക, മാസങ്ങൾക്ക് മുമ്പിൽ ഇന്നാണ് ചേർക്കുക. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാം. അറ്റ് 6 PM, അറ്റ് 9 PM, അറ്റ് 9 AM എന്നൊക്കെ പറയും അല്ലേ? സമയത്തിന് മുമ്പിൽ 6 PM എന്നൊക്കെ പറയുന്ന ചില സമയങ്ങളിൽ ബൈ വരാറുണ്ട്, പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ അറ്റ് 6 PM, അറ്റ് 4 PM അങ്ങനെയാണ്. പക്ഷെ ഷാർപ്പായിട്ടൊരു ടൈം മെൻഷൻ ചെയ്യാൻ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. അതും എഴുതി വെക്കുക കേട്ടോ. ദെൻ പ്രപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഒരു വസ്തു, ഒരു വ്യക്തിയോ ഒരു വസ്തുവോ എവിടെ നിൽക്കുന്നു, ആ പ്ലേസ്, ആ ഒരു സ്ഥാനം പറയാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ബോർഡിന് മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ തടാകത്തിന്റെ ബേക്കിൽ ആണ് ആ വലിയ മരം ഉള്ളത്, അവിടെ ആ മരത്തിന്റെ സ്ഥാനമാണ് പറയുന്നത് അല്ലേ?
അല്ലെ? നമ്മുടെ സ്കൂൾ ബസ് കെട്ടിടത്തിന് മുന്നിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ആ ഒരു പ്ലേസ് ആണ് അവിടെ പറയുന്നത് അല്ലെ? അങ്ങനെ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് ഈ ഒരു പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ഇവിടെ ഇൻ ദ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ അല്ലേ? അതൊരു പ്ലേസ് ആണ്. ബിസൈഡ് ദ ലേക്കിന് സൈഡിലായിട്ട്, ഓൺ ദ ഫ്ലോറിന് മുന്നിൽ. ഇതൊക്കെ എന്താണ്? ആ ഒരു വസ്തു. ഇപ്പൊ ആ ഒരു വസ്തു ഫ്ലോറിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു വലിയ മരം ബിസൈഡ് ദ ലേക്കിന്റെ സൈഡിലാണുള്ളത്. ഇതൊക്കെ ആ വസ്തു എവിടെ നിൽക്കുന്നു എന്നുള്ള സ്ഥിതി പറയാനാണ് കേട്ടോ. ദെൻ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവും, വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് പറയുന്ന പോലെ റൈറ്റ് ഡയറക്ഷനിലോട്ട് അങ്ങനെയുള്ള ഒരു വസ്തു എങ്ങോട്ട് പോകുന്നു എന്ന് കാണിക്കാൻ ഡയറക്ഷൻ. ഞാൻ സ്കൂളിലോട്ട് പോകുന്നു, ഡയറക്ഷനാണ്. ആ വ്യക്തി സ്കൂളിലോട്ട് പോകുന്ന ഡയറക്ഷൻ കാണിക്കാനാണ്. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എവിടെ ഏത് ഡയറക്ഷനിലാണ് എന്ന് കാണിക്കാൻ. ക്ലിയർ? ഇവിടെ ഇൻ ടു ദ ഹാൾ, അറൌണ്ട് ദ പാർക്ക്, ഡൗൺ ദ ഹിൽ. നമുക്ക് ആൻസർ നോക്കാം മക്കളെ. പ്രിപ്പോസിഷൻ ഓഫ് ടൈം ബ്ലൂ ജാറിൽ ചേർക്കേണ്ടതാണ്. ടൈമിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഓൺ സൺഡേ അല്ലേ? എന്താണ്? സൺഡേ ആണ് ഞാൻ വന്നത്. ആ ടൈമാണ്, പ്രത്യേക ടൈം മെൻഷൻ ചെയ്യാണ്. സൺഡേ ആണ് ഞാൻ ആ വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പിൽ ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കുക? ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ദിവസങ്ങൾക്ക് മുമ്പിൽ എന്താണ് ചേർക്കുക? ഓൺ ആണ് ചേർക്കുക കേട്ടോ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺ മൺഡേ, ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ എന്ന് 2 തവണ എഴുതി വെച്ചേക്കുക, അല്ലെ 2 തവണ പറയാ. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ദിവസങ്ങൾക്ക് മുമ്പിൽ എന്ത് വരും, ഓൺ വരും എന്നുള്ളതിനെ കുറിച്ച്. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന മാസങ്ങൾക്ക് മുമ്പിൽ ഇന്നാണ് വരിക എന്നുള്ളത്. ദെൻ സമയത്തിന് മുമ്പിൽ at 6 PM, at 9 PM, at 4 PM എന്നൊക്കെ പറയാം. ദെൻ ബിഫോർ ദ മീറ്റിങ്ങിന് മുമ്പ് അല്ലേ? അതൊരു ടൈമാണ്. ആ മീറ്റിങ്ങിന് മുമ്പാണ് ഞാൻ ചായ കുടിച്ചത്. എപ്പോഴാണ് നീ കുടിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു സമയമാണ്, അവിടെ ടൈമാണ്. അപ്പൊ അവിടെ ഏതാണ് വന്നിട്ടുള്ളത്? ബിഫോർ ആണ് കേട്ടോ. ദെൻ ഫോർ അവേഴ്സ് അല്ലേ? എന്താണ്? ഫോർ അവേഴ്സ്, ഫോർ 5 അവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് യൂസ് ചെയ്യുക. ബൈ 6 PM, 6 PM എന്ന അർത്ഥത്തിൽ വരുമ്പോഴും. ക്ലിയർ? ദെൻ അടുത്തത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് പറയാൻ. ഇൻ ദ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ, ഓൺ ദ ഫ്ലോറിന്റെ മുകളിൽ, ബിസൈഡ് ദ ലേക്ക്, ബിഹൈൻഡ് ദ ഡോറിന് പിന്നിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ബിൽഡിങ്ങിന്റെ മുൻപിൽ, ബിറ്റ്വീൻ ദ ട്രീസ്. ഇതൊക്കെ പറയില്ലേ? നമ്മളിപ്പോൾ ആ പൂച്ചയുടെ ആ ഒരു പിക്ചറിൽ പഠിച്ചു. അതെല്ലാം പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ്. അതെല്ലാം പൂച്ച എവിടെ നിൽക്കുന്നു എന്ന് പറയാനാണ് അല്ലേ? അപ്പോൾ ആ കണ്ട ഇന്ന്, ഓണ്, ബിഹൈൻഡ്, ബിസൈഡ്, നിയർ എന്നെല്ലാം പറഞ്ഞത് കംപ്ലീറ്റ് ആ പൂച്ച എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് കംപ്ലീറ്റ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ് വരുന്നത്. ക്ലിയർ? അപ്പൊ ആ വസ്തു എവിടെ നിൽക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഇൻ ടു ദ ഹാളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയാം അല്ലെ? ദെൻ അറൌണ്ട് ദ പാർക്കിന് ചുറ്റും ഡയറക്ഷനാണ്. ഡൗൺ ദ ഹിൽ, ദെൻ ടു ദ സ്കൂൾ, ഫ്രം ദ ലൈബ്രറിയിൽ നിന്നും ഞാൻ വരുന്നു. ഏത് ഡയറക്ഷനിൽ നിന്നും വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അക്രോസ് ദ സ്ട്രീറ്റിന് മുകളിലൂടെ ഞാൻ പോകുന്നു. ഇതൊക്കെ എന്താണ്? ഡയറക്ഷൻ ആണ്. ക്ലിയർ? അതേപോലെ തന്നെ മക്കളെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഓണ്, ഇന്ന്, അതുപോലെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് എവിടെ വരുന്നു പഠിച്ചു വെക്കാം. നമ്മൾ ഓൾറെഡി പ്രിപ്പോസിഷന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇന്ന്, ഓൺ, അറ്റിനൊക്കെ ഉള്ള ക്ലാസ്സുകളുണ്ട്, പ്രത്യേകം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഫ്രീ ടൈം ആകുമ്പോൾ ഫുൾ ഗ്രാമറൊന്നും നിങ്ങൾ കാണണമെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രാമറുകൾ നിങ്ങൾ കാണാൻ സമയം കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു വേർഡ് എവിടെ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും. Read the passage below and fill in the blanks using appropriate preposition, choosing from those in the box below. ഞാൻ പറഞ്ഞു about, അതിനെക്കുറിച്ച് എന്നൊക്കെ പറയും. about the topic, ആ ടോപ്പിക്കിനെ കുറിച്ച് അല്ലേ? about the system, ആ സിസ്റ്റത്തെ കുറിച്ച്. about the students, കുട്ടികളെ കുറിച്ച്. അങ്ങനെ about എന്ന് പറയുമ്പോൾ ആ ഒരു അതിനെക്കുറിച്ച് എന്ന് പറയാനാണ് കേട്ടോ. by എന്നൊക്കെ പറയുമ്പോൾ അത് by him, ഞാനാണത് വാങ്ങിയത് എന്നൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓൺ, മുകളിൽ എന്നൊരർത്ഥത്തിലാണ്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സൺഡേ, മൺഡേ ഇതൊക്കെ വരുമ്പോഴും യൂസ് ചെയ്യും. ദെൻ ടു,
ലേക്ക് അല്ലെ, അതിലേക്ക്, അവിടേക്ക് പോയി. അതുപോലെ ഡയറക്ഷൻ കാണിക്കുമ്പോഴും യൂസ് ചെയ്യും. ഇൻ, ഉള്ളിൽ എന്നൊരർത്ഥത്തിൽ. ഓക്കെ. ഓഫ്, അതിനെ കുറിച്ച്, അതിന് മുകളിൽ എന്നൊക്കെ അതിന് യുടെ എന്നൊരർത്ഥത്തിലൊക്കെ യൂസ് ചെയ്യും. ഫ്രം, ഇൽ നിന്നും, അതിൽ നിന്നും അർത്ഥത്തിൽ. ഫോർ, വേണ്ടി എന്നാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. മറ്റർത്ഥങ്ങളും ഉണ്ട്, നോക്കാം. വിപിൻ ഈസ് എ ബുക്ക് ലവർ. വിപിൻ ഒരു പുസ്തക പുഴുവൻ എന്നൊക്കെ പറഞ്ഞില്ലേ, പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഇൻസ്പയർഡ് ബൈ എ ബുക്ക് ഹി റെഡ്, ഹി ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ബെറ്റർ റൊട്ടീൻ. അവനൊരു നല്ല റൊട്ടീൻ അവൻ്റെ ജീവിതത്തിൽ നല്ലൊരു ദിവസവും നല്ലൊരു ജീവിത രീതി തീരുമാനിച്ചു. എന്തിൻ്റെ പേരിൽ? എ ബുക്ക് ഹി റെഡ്. അവൻ വായിച്ച ഒരു ബുക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട്, ഒരു ബുക്കിന്മേൽ ഇൻസ്പയർഡ് ആയിട്ട്. അപ്പോഴാണ് അവിടെ ബൈ വന്നത്. അവൻ വായിച്ചൊരു ബുക്കിൻ്റെ മേൽ ഇൻസ്പിറേഷൻ ലഭിച്ചത് കൊണ്ട്, ബുക്കിൻ്റെ മേൽ ഇൻസ്പയർഡ് ആയിട്ട് അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എവറി മോർണിംഗ് ഹി വെന്റ് ടു ദ പാർക്ക് ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ ഫ്രം ദ പീസ്ഫുൾ സറൗണ്ടിങ്. പീസ്ഫുൾ സറൗണ്ടിങ്ങിൽ നിന്നും ഇൻസ്പിറേഷന് വേണ്ടി അവൻ ഡെയിലി പാർക്കിലോട്ട് പോകും. ക്ലിയർ? ഹി എൻജോയ്ഡ് റീഡിങ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ലാർജ് ഗ്രീൻ ടീ. ലാർജ് ഗ്രീൻ ടീ, ആ വലിയ വലിയ മരത്തിൻ്റെ എന്ന് പറയാനാണ്. ആ മരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് അവൻ വായിക്കും. തിങ്കിങ് അബൌട്ട് സ്റ്റോറീസ് ഓഫ് പീപ്പിൾ ഹു ആർ സക്സീഡ് ഇൻ ദ ഓവർകമ്മിങ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്ത് സക്സസ് ആയ ആളുകളെ കുറിച്ചുള്ള സ്റ്റോറീസ്. അബൌട്ട് ദ സ്റ്റോറീസ് ഓഫ് പീപ്പിൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള സ്റ്റോറി. അബൌട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള. they knew they had to be committed to their goals. അവരുടെ ഗോളിൽ അവരെന്തായിരുന്നു? കമ്മിറ്റഡ് ആയിരുന്നു. ഫോക്കസിങ് ഓൺലി ഓൺ വാട്ട് ദേ വാണ്ട് ടു അച്ചീവ്. അവർ വെറും ഫോക്കസ് ചെയ്തിരുന്ന അവർക്ക് എന്ത് വേണം എന്നുള്ളതിൽ മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ മുകളിൽ മാത്രം എന്നൊരർത്ഥത്തിൽ. വിമിൻ ടു ഡിസൈഡഡ് ടു സ്റ്റേ ഫോക്കസ്ഡ്. അവൻ എന്ത് ചെയ്തു? അവനും ഫോക്കസിന് കൂടുതൽ സ്റ്റേ ചെയ്യാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു തീരുമാനിച്ചു. ആൻഡ് റിസോൾവ് നെവർ ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഓർ ടു ഗിവ് അപ്പ് ഹിസ് ഗോൾസ്. ഒരിക്കലും അവൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പിന്മാറില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മീനിങ് അറിയുന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൻ്റെ മീനിങ് കൂടെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാൻ കഴിയാം. നമുക്ക് പ്രിപ്പോസിഷൻ്റെ മീനിങ് കറക്റ്റായിട്ട് അറിയണം, യൂസ് ചെയ്യുന്ന വേർഡിൻ്റെ. മറ്റൊന്ന്, തന്ന പാരഗ്രാഫിൻ്റെ മീനിങ് അറിയണം. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മീനിങ്ങിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. നമ്മൾ ഓരോ പ്രിപ്പോസിഷൻസ് നമുക്ക് ഡൗട്ടുള്ള പ്രിപ്പോസിഷൻ ആഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് മീനിങ് ആണെങ്കിൽ നിങ്ങൾക്കത് സെറ്റാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 അല്ലാതെ പ്രിപ്പോസിഷൻസ് നല്ലപോലെ ചേർക്കുന്ന എക്സാമ്പിൾസ് പഠിക്കുക. അതുപോലെ ഗ്രാമറിൻ്റെ പ്രിപ്പോസിഷൻസിൻ്റെ ക്ലാസ് പ്രത്യേകം കാണുക കേട്ടോ. നമുക്ക് ഒന്നും കൂടെ കൂടുതൽ എക്സാമ്പിളൊക്കെ നമുക്ക് കിട്ടും. ദെൻ ആക്ടിവിറ്റി 2. Read the following sentence and note the highlighted words. Jerome went to the doctor's clinic. Jerome ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയി. The doctor examined. ഡോക്ടർ അവനെ പരിശോധിച്ചു. The doctor gave him a medical prescription. അവന് കൊടുത്തു. ഈ 3 വേർഡ് നോക്കിക്കേ. Went, examined, gave. ഇതെല്ലാം എന്തിനു ശേഷം മക്കളെ വന്നിട്ടുള്ളത്? ജെറോമി എന്ന് പറയുന്ന ഇതിലെ സബ്ജക്റ്റ് നൗണ്, ഡോക്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇവിടെയും ഡോക്ടർ. സബ്ജക്റ്റ് പറഞ്ഞാൽ എന്താ? അതിലെ വ്യക്തി, അതിലെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിലെയോ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് അതിലെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കും അതിലെ നൗൺ. അതൊരു വസ്തു ആവാം, ഒരു വ്യക്തി ആവാം, വ്യക്തിയുടെ പേരാവാം, ഒരു വസ്തുവിൻ്റെ പേരാവാം, എന്തും ആവാം. പക്ഷെ അതിൽ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് അതിലെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കും എന്ത്? വെർബ്. ഇതിലെ വെന്റ്, എക്സാമിനഡ്, ഗേവ് എന്നൊക്കെ പറയുന്നതാണ് അതിലെ വെർബ്. വെർബ് മീൻസ് ക്രിയ, പ്രവൃത്തി. അത് ആര് ചെയ്യുന്നതായിരിക്കും? അതിൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ, അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കും അത്. നോക്കാം. ദ ഹൈലൈറ്റഡ് വേർഡ്സ് ആർ വെർബ്. അതിലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഇതിലെ വെർബാണ്, പ്രവൃത്തിയാണ്, ക്രിയയാണ്. ദാറ്റ് ഷോ ആക്ഷൻ ഡൺ ബൈ ദ സബ്ജക്റ്റ്. അത് ആര് ചെയ്ത പ്രവൃത്തിയാണ്? അത് അതിലെ സബ്ജക്റ്റ് ആരാണോ ചെയ്യുന്ന വ്യക്തി, അല്ലേ? ജെറോമി, ഡോക്ടർ, അല്ലേ? അവൻ മാങ്ങ തിന്നു എന്ന് പറയുമ്പോൾ അവനാണ് സബ്ജക്റ്റ്, തിന്നുവാണ് അതിലെ വെർബ്. ക്ലിയർ ആയോ? വാട്ട് ഡു ദീസ് വേർഡ്സ് ഡിനോട്ട്?
These verbs denote action, something that subject does experience. അല്ലെ സബ്ജക്റ്റ് ചെയ്തിട്ടുള്ള അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവർ ചെയ്യുന്ന ആക്ഷനാണ് വെർബ്. Verb is this sentence denote the action or done experienced by the person or thing. A verb is a key element of the sentence. ഒരു സെന്റൻസിലെ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് ഇല്ലാത്ത സെന്റൻസുകൾ ഉണ്ടാവാറില്ല അല്ലെ. അപ്പൊ വെർബ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. വെർബ് എന്ന് പറയുന്നത് ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും വെർബ്. ക്ലിയർ? Now look at the following sentence. The doctor was his old friend. അതിലെവിടെ മക്കളെ വെർബ്? നമ്മളിപ്പോ പറഞ്ഞ വെർബ് അവിടെ എവിടെയായാലും പ്രവൃത്തി, അതിലെ ആക്ഷൻ എവിടെ? പ്രവൃത്തി എവിടെ? പ്രവൃത്തിയാണല്ലോ വെർബ്. ദ ഡോക്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റ് കണ്ടു അല്ലേ. വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ഹിസ് ഓൾഡ് ഫ്രണ്ട് എന്ന് പറയുന്നതായിട്ട് ഒബ്ജക്റ്റ് ആണ്. അതെന്തായാലും പ്രവൃത്തിയല്ലല്ലോ. ദെൻ ഇവിടെ ആകെ ഒരാളെ ബാക്കിയുള്ളൂ, അതാണ് വാസ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരായിരിക്കും മക്കളെ? യെസ്, ഇവിടെ ഇതിൽ വെർബില്ല. വെർബിന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഓക്സിലറി വെർബിനെ അങ്ങ് എടുക്കാം. ഓക്കെ, വെർബിന് പറഞ്ഞ് നമുക്ക് ഓക്സിലറി വെർബിനെ എടുക്കാം. ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ഡോക്ടർ ഹിസ് ഓൾഡ് ഫ്രണ്ട് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരനായിരുന്നു. ദെൻ ഹി ഹാഡ് ഓൾ ദ ഡിസീസ് മെൻഷൻഡ് ഇൻ ദ മെഡിക്കൽ ജേർണലിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിന് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ വെർബാണത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഒന്നും വെർബില്ല. അപ്പം അവിടെ വേറെ ആരുണ്ട്? അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. ക്ലിയർ? അത് നമ്മൾ ഓക്സിലറി വെർബ് എന്നായിട്ട് പറയാം. Or denote the action here. This verb was or had denote the action. ഇവിടെ വാസും ഹാഡും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഓക്കെ, സബ്ജക്റ്റ് ചെയ്യുന്ന വെർബ് ആകുമല്ലോ തൊട്ടപ്പുറത്ത് കാണുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് അല്ലെ. കഴിഞ്ഞ സെന്റൻസുകളൊക്കെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് തൊട്ടപ്പുറത്ത് ഉണ്ടാവുക. അത് പ്രവൃത്തിയായിരിക്കും, വെർബായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്ത് സബ്ജക്റ്റിന്റെ അപ്പുറത്തുള്ള വാസും ഹാഡും ഇവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല. നോ. These words do not show action but show state or position. ഇതെന്താണ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്, ഒരവസ്ഥ, ദെൻ ഒരു പൊസിഷൻ, ഒരു ഉടമസ്ഥാവകാശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്താകുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താകുന്നു ഇത് സൂചിപ്പിക്കാനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൊസിഷൻ, എനിക്കുണ്ട്, അതെൻ്റേതാണ്, അവൻ്റേതാണ്, ഒരു ഉടമസ്ഥാവകാശം എന്ന് പറയാനാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ വാസ് ഷോ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എക്സിസ്റ്റൻസ്. ഇവിടെ വാസ് ആണ് അല്ലെ. അവൻ ഓൾഡ് ഫ്രണ്ട് ആയിരുന്നു. ആ വ്യക്തി എന്താണെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ അവസ്ഥ എന്താകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് വാസ്, വേർ, ആം, ഈസ്, ആർ, വാസ്, വേർ. ഓക്കെ, ഇത്രയുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓക്സിലറി വെർബ്സ് ആണ് പറയുന്നത്. ദെൻ ഒരു വ്യക്തി എന്ത് പൊസിഷനാണ്, അത് ഉണ്ട്, അത് എൻ്റേതാണ്, അങ്ങനെ ആ ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടിയിട്ട് ഹാസ്, ഹാവ്, ഹാഡ്. ക്ലിയർ? സിമ്പിൾ. ഓക്കെ, സോ ഇവിടെ ഹാഡാണ് വന്നിട്ടുള്ളത്. ഒരു ഓണർഷിപ്പ്. ഓണർഷിപ്പ് പറഞ്ഞാൽ എൻ്റേത് അല്ലെ, ഉടമസ്ഥാവകാശം കാണിക്കാൻ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് വാസ്. എന്താണ്? എന്താകുന്നു, ഞാൻ ടീച്ചർ ആകുന്നു. അവിടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് വരുന്നത്. ക്ലിയർ? Verb in this sentence tell us what a person or things does, is or has. Or they do not state of being or existence was and the position had. Already പറഞ്ഞു, had എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ആണ്, മീൻസ് ഒരു ഓണർഷിപ്പ് ആണ്, ഒരു ഉടമസ്ഥാവകാശം കാണിക്കാനും. വാസ് എന്ന് പറയുന്നത് ഒരു അവസ്ഥ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർക്കുക, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താകുന്നു അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുന്നു എന്ന് പറയാൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അത് ഏതൊക്കെയാണ്? ആമ്, ഈസ്, ആറ്, വാസ്, വേർ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ദെൻ അപ്പുറത്ത് പൊസിഷൻ, ഉടമസ്ഥാവകാശം കാണിക്കാൻ, എൻ്റേത് എന്ന് കാണിക്കാൻ ഹാസ്, ഹാവ്, ഹാഡ്. ഈ 3 വേർഡേ വരുള്ളൂ. ക്ലിയർ ആയല്ലോ? ഒന്ന് സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഈസ്, ആമ്, ആറ്, വാസ്, വേർ. ദെൻ പൊസിഷൻ ഹാസ്, ഹാവ്, ഹാഡ്, ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? Read the given passage, identify the verbs and place them in the appropriate columns in the table below. Ashika is an artist. അഷിക എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇതാ ഇവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉണ്ട്. അവളൊരു ആർട്ടിസ്റ്റ് ആവുന്നു. ആ വ്യക്തി എന്താവുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്.
ഷീ ലവ്സ് ടു ഡ്രോ ആൻഡ് പെയിന്റ്. ഇവിടെ ലവും ഡ്രോയൊക്കെ എന്താണ്? ആക്ഷൻ വെർബാണ്, പ്രവൃത്തിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആക്ഷൻ വെർബ് ഉണ്ട്. ഓക്കെ, ദെൻ ആൻഡ് എവറി മോർണിംഗ് ഷീ വാക്സ് ടു ഹർ സ്റ്റുഡിയോ. ദ സ്റ്റുഡിയോ ഹാസ് പൊസിഷൻ എ ലാർജ് വിൻഡോ ദാറ്റ് അലോ passage of natural light. Ashika is very passionate about colors. She had a wonderful teacher who inspired her creativity. അവളുടെ മീനിങ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അഷിക ഈസ് ആൻ ആർട്ടിസ്റ്റ്. അഷിക എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഷീ ലവ്സ് ടു ഡ്രോ ആൻഡ് പെയിന്റ്. അവൾ വരക്കാനും പെയിന്റ് കൊടുക്കാനും ഇഷ്ടപ്പെടുന്നു. എവറി മോർണിംഗ്, എല്ലാ രാവിലെയും ഷീ വാക്സ് ടു ഹർ സ്റ്റുഡിയോ. അവൾ അവളുടെ സ്റ്റുഡിയോയിലോട്ട് നടന്നു പോവും. ആൻഡ് ദ സ്റ്റുഡിയോ ഹാസ് എ ലാർജ് വിൻഡോ. സ്റ്റുഡിയോക്ക് ഒരു വലിയ ജനലുണ്ട്. ദാറ്റ് അലോ ദ പാസേജ് ഓഫ് ദ നാച്ചുറൽ ലൈറ്റ്. പ്രകൃതിയിൽ നിന്നുള്ള സൂര്യപ്രകാശം കടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാസേജ് അതിലൂടെ ഉണ്ട്. ഷീ വെരി പാഷനേറ്റ് അബൌട്ട് കളേഴ്സ്. കളേഴ്സുകളെ കുറിച്ച്, വർണ്ണങ്ങളെ കുറിച്ച് അവൾ ഭയങ്കര പാഷനേറ്റ് ആണ്. ഷീ ഹാഡ് എ വണ്ടർഫുൾ ടീച്ചർ. അവൾക്കൊരു അടിപൊളി ടീച്ചർ ഉണ്ട്. ഹു ഇൻസ്പയർഡ് ഹെർ ക്രിയേറ്റിവിറ്റി. അവളുടെ കഴിവിനെ, അവളുടെ ക്രിയേറ്റിവിറ്റിയെ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു ടീച്ചർ, പ്രചോദനം കൊടുക്കുന്ന. ഷീ ഹാസ് മെനി ക്രിയേറ്റീവ് ഐഡിയാസ് ഫോർ ഹെർ വർക്ക്. അവളുടെ വർക്കിൽ അവൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ചെയ്യാറുണ്ട്. യെസ്റ്റർഡേ, ഇന്നലെ ഷീ ക്രിയേറ്റഡ്, അവൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? എ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് ലാൻഡ്സ്കേപ്പ്. ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കൺട്രി സൈഡിൻ്റെ പിക്ചർ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹൗ ഇറ്റ് ടേൺഡ്. അതിൻ്റെ ആ ഒരു ഔട്ട്കം കണ്ടിട്ട് അവൾ അതിനെക്കുറിച്ച് അഭിമാനം കൊണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ഷൻ വെർബും ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് വരുന്ന വെർബുകളും ഉണ്ട്, അതേപോലെ പൊസിഷൻ വെർബുകളും ഉണ്ട്. ക്ലിയർ? നോക്കാം. ആക്ഷൻ വെർബുകൾ. ആക്ഷൻ വെർബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? പ്രവർത്തികൾ. തിന്നു, കുടിച്ചു, ഇരുന്നു, വിലയിരുത്തി, കിടന്നു, ചെയ്തു, പോയി, വന്നു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ വരുന്നതിനെയാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ആം, ഈസ്, ആറ്, വാസ്, വേർ. ആ ഒരു പാരഗ്രാഫിൽ ഈസ് മാറുള്ളൂ. പക്ഷെ അതല്ലാതെ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമ് വരും, ആമ്, ആറ്, ഈസ്, വാസ്, വേർ. ഇത് ആ പാരഗ്രാഫിലില്ല, പക്ഷെ പൊതുവെ വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് എക്സാമിന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ആമ്, ഈസ്, ആറ്, വാസ്, വേർ. ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് എഴുതണം. ക്ലിയർ? ദെൻ പൊസിഷൻ. ഇവിടെ ഹാസും ഹാഡും വരുന്നുണ്ട്, ഹാവും കൂടെ ഉണ്ട് കേട്ടോ. പൊസിഷൻസുകൾ ഹാസ്, ഹാവ്, ഹാഡ്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് പൊസിഷൻ വരുന്നത്. ആക്ഷൻ വെർബുകൾ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ആ ഒരു പാരഗ്രാഫിൽ ലവ്സ്, ഡ്രോ, പെയിന്റ്, വോക്സ്, അലോ, ഇൻസ്പയർഡ്, ക്രിയേറ്റഡ്, ടേൺഡ് ഔട്ട്. ഇത് എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വെർബുകളാണ് കേട്ടോ. ബാക്കി സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതേപോലെ പൊസിഷനും. ക്ലിയർ? എല്ലാം വളരെ സിമ്പിൾ ആണ്, ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പൊസിഷൻ ആസ് റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്. നോക്കാം. ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്. അവരവരുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഐ എം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. അല്ലേ? ഐ എം ഇൻട്രസ്റ്റിംഗ് ബുക്ക് നൗ. ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വായിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങും കണ്ടു, ഒരു പൊസിഷൻ വെർബും കണ്ടു. അല്ലേ? ഇതിനൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, പൊസിഷൻ വെർബ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇതിന് പൊതുവേ നമ്മൾ പറയാറുള്ളത് ഓക്സിലറി വെർബുകൾ എന്നാണ്. ആമി, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഇല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറയുന്ന വേർഡ് ഓക്സിലറി വെർബ് എന്നാണ് കേട്ടോ. ദെൻ an expert team will visit our school next week. What purpose do the work have? Am, will. Serve. An expert team will visit our school next week. ഒരു എക്സ്പെർട്ട് ടീം നമ്മുടെ സ്കൂൾ കാണാൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 സെന്റൻസുകൾ, മൂന്ന് വേർഡ് തന്നിട്ടുണ്ട്. ഹാവ്, ആം, വിൽ. ഓക്കെ, ഡോണ്ട് ദേ സപ്പോർട്ട് ദ മെയിൻ വെർബ്. ഇത് മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ദീസ് വേർഡ്സ് ആർ ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ്സ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാ മക്കളെ ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ഈസ്, ആം, ആറ്, വാസ്, വേറ്, അതുപോലെ വില്ല്, ഷാള്, ഇതൊക്കെ ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഹാസ്, ഹാവ്, ഹാഡ്.
ഇത് 3ഉം പിന്നെ വില്ല്, ഷാള്, ഷുഡ് അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിലറി വെർബ്സുകൾ അഥവാ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഗ്രാമർ പർപ്പസ് ആണ്. നിങ്ങൾക്കറിയാം അല്ലെ, പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചർ വരുമ്പോൾ വില്ല് വരും അല്ലെ, പാസ്റ്റ് ആണെങ്കിൽ ഹാർഡും, പാസ്റ്റ് ആണെങ്കിൽ വാസ് വേറെ ഹാഡ് വരും, പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആമ്, ആറ് വരും, അതുപോലെ ഫ്യൂച്ചർ ആണെങ്കിൽ വില്ല്, ഷാള് ഒക്കെ വരും. ഈ ഒരു ഗ്രാമർ പർപ്പസ് ആണ് ഇതിന് കാര്യമായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഓക്സിലറി വെർബ് ടുഗദർ വിത്ത് ദ മെയിൻ വെർബ് ടു പെർഫോം വേരിയസ് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു കൺവേ ഷെയ്ഡ് ഓഫ് ദ മീനിങ്, അതുപോലെ മീനിങ്ങിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺവേക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. നോക്കാം. The passage given below has some errors in it. Let's edit them. അല്ലെ, ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് 1 or 2 ഗ്രാമർ അല്ല, നിങ്ങളുടെ ഒരുപാട് ഗ്രാമറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. എക്സ്പെഷ്യലി ടെൻസുകൾ കേട്ടോ. ടെൻസുകളിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് ഈ കാണുന്നത്. ടെൻസുകൾ അറിഞ്ഞാൽ ഇത് തിരുത്താൻ കഴിയുള്ളൂ എന്നില്ല. ഇത് തിരുത്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടെൻസ് പഠിക്കാം. നോക്കാം. Nadasha is a successful architect. നോക്കാം. She worked at a leading company. എന്തുകൊണ്ടാണ് വാക്ക് തെറ്റായി മാറിയത്? അവിടെ വർക്ക്സ് എന്നാണ് വന്നത്. എന്തുകൊണ്ടാണ് മക്കളെ? അത് സബ്ജക്റ്റ്, വെർബ് സബ്ജക്റ്റ് എഗ്രിമെന്റ് ആണ് അല്ലേ? അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എഗ്രിമെന്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി അറിയാം. എന്താണ് സിംഗുലർ ആണെങ്കിൽ, എന്താണ് സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഡസ്, വെർബിന്റെ ഡസ് ഫോം വരും. വെർബിന്റെ ഡസ് ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കും. ക്ലിയർ? അപ്പോൾ സബ്ജക്റ്റ് നൗണോ പ്രൊണോണോ ആയിരിക്കും അല്ലേ? ആ നൗണോ പ്രൊണോണോ സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള വെർബിനെ, തൊട്ടടുത്ത് വരുന്ന വെർബിന്റെ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. ക്ലിയർ? അപ്പൊ എന്തൊക്കെയാണ് ഈ സിംഗുലർ ആണ് എന്ന് പറയുമ്പോൾ? സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഷീ, ഹി, ഇറ്റ്. അതേപോലെ ഇപ്പൊ ഒരു വ്യക്തിയുടെ പേര് എന്താ? രാധ. ഒരു വ്യക്തിയാണ് അല്ലെ? അപ്പൊ രാധ എന്ന് പറയുമ്പോൾ രാജു, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് സിംഗുലർ. ഈ സിംഗുലറിന്റെ കൂടെ വരുന്ന വെർബ്, ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്സ് എന്ന് വരണം, പ്ലേ ആണെങ്കിൽ പ്ലേസ് എന്ന് വരണം. ഓക്കെ, അതുപോലെ ഡു ആണ് വരുന്നുണ്ടെങ്കിൽ ഡസ് എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പൊ എസ്ഒ ഇഎസ്ഒ വരണം. ക്ലിയർ? അപ്പൊ ഇതാണ് ആദ്യം അറിയേണ്ട ഒരു ഐഡിയ. ഇനി നേരെ തിരിച്ചുണ്ട്. നേരെ തിരിച്ച് പ്ലൂറൽ ആണെങ്കിലോ, സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊണൗൺ പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ, പ്ലൂറൽ പറഞ്ഞാൽ ഏതൊക്കെയാ മക്കളെ? ദേ, വി അല്ലെ? അതുപോലെ 2 പേര് വരില്ലേ? രാജു ആൻഡ് രാധ, രാജു ആൻഡ് രാധ എന്നൊക്കെ ആണെങ്കിൽ എന്ത് വരും? ഡു ഫോം ആണ്. ഐ മീൻ അതിന്റെ ബേസ് ഫോം. ഡു പറഞ്ഞാൽ എന്താണ്? ബേസ് ഫോം. ഒന്നും ചേർക്കണ്ട നിങ്ങൾ. റൺ ആണെങ്കിൽ റണ്ണ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, പ്ലേ ആണെങ്കിൽ പ്ലേ, അതിലോട്ടൊന്നും ചേർക്കണ്ട. ഓക്കെ, ക്ലിയർ? അപ്പോൾ സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, അതുപോലെ എന്താവട്ടെ കേട്ടോ, വീടാണെങ്കിലും ഒക്കെ, ഇപ്പൊ ഹൗസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എസ്ഒ ഇഎസ്ഒ വരും. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ, അവിടെ കൊടുത്തിരിക്കുന്ന നൗണോ പ്രോണോണോ സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എസ്ഒ ഇഎസ്ഒ ചേർക്കണം, അഥവാ ഡസ് ഫോം. ഇവിടെ കണ്ടോ, ഇവിടെ വർക്ക് എന്ന് കൊടുക്കാൻ പറ്റില്ല. ഷീ ഒരാളാണ്, അപ്പൊ ഇവിടെ എന്ത് വരും? വർക്ക് വരുമോ? ഇല്ല, എസ് വരാ. ഇനി ഇവിടെ ദേ, അവർ എന്നാണെങ്കിൽ ഇവിടെ വർക്ക് എന്ന് വരും. കാരണം പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ ബേസാ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. ഇത് നിങ്ങൾ സെന്റൻസ് മേക്കിംഗ്, നിങ്ങൾ ഒരു വേർഡ് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ട ഒരു എഗ്രിമെന്റ് ആണ് ഇത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾ LKG മുതലാണെങ്കിൽ, 1ാം ക്ലാസ് മുതലാണ് നിങ്ങൾ എഴുതാൻ തുടങ്ങി, അന്ന് മുതൽ നിങ്ങൾക്ക് അറിയണം ഈ ഒരു കാര്യം. സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വരുന്ന വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. നിങ്ങൾ ചെറുപ്പം മുതൽ പഠിക്കുന്നതായിരിക്കും പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ. അന്നേ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. എന്ത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് വരുന്ന വെർബുമേ എസ്ഒ ഇഎസ്ഒ ചേർക്കണം.
സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒന്നും ചേർക്കണ്ട. ഇത്രയും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ വർക്ക്സ് വന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വർക്ക്സ് ആണ്. അറ്റ് എ ലീഡിംഗ് കമ്പനി. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 5 years. 5 years ആയിട്ട് അവൾ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേതാ മക്കളെ ടെൻസ്? ഇതാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ക്ലിയർ? ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റിലെ 4ാമത്തെ ടെൻസ് ആണിത്. ഒരു വ്യക്തി ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 4 വർഷത്തോളമായിട്ട് ആ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും അത് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ ടെൻസിന്റെ ഫോമാണ് ഇത്. ഫോർമുല പഠിച്ചു വെക്കണം. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഹാസ് ഹാവ് പ്ലസ് ബീൻ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന വെർബുമ ing ചേർക്കണം. വർക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെ ചേർക്കണം. ഹാസ് ഓർ ഹാവ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹാസ് ആരുടെ കൂടെ ചേർക്കും? യെസ്, എന്താണ്? ഷീ ഹാസ്. എങ്ങനെയൊക്കെ പറയുന്നതാ? ഇവിടെ കണ്ടോ, ഇവരുടെ കൂടെയാണ് ഹാസ് ചേർക്കുക. സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ ഹാസ് ചേർക്കുക. ഷീ ഹാസ് അല്ലെ, ഹി ഹാസ്. ഓക്കെ, സിംഗുലറിന്റെ കൂടെ. പക്ഷെ ഐന്റെ കൂടെ ഞാൻ സിംഗുലർ ആണ്, പക്ഷെ ചേർക്കൂല കേട്ടോ. ഐന്റെ കൂടെ ഹാവാ ചേർക്കുക. ഓക്കെ, അപ്പോ ഹാസ് ആരുടെ കൂടെ ചേർക്കുക? ഹി, ഷീ, ഇറ്റ്, രാധ, രാജു എന്നൊക്കെ പറയുന്ന സിംഗുലറിന്റെ കൂടെ ഹാസ് ചേർക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഷീ സിംഗുലർ ആണ്, അപ്പൊ ഇവിടെ ഹാസ് വന്നു. ഷീ ഹാസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഷീ ഹാവ് ബീൻ എന്ന് വരണമെങ്കിലോ? വരില്ല. ഹാവ് ബീൻ വരാ ആരെ കൂടെയാണ്? ഇതാ ഇവിടെ വരണം, ഇവരെ കൂടെയാണ് ഹാവ് വരിക. ഓക്കെ, അതുപോലെ ഐ ഉണ്ട് കേട്ടോ. അതുപോലെ ഐ യു ഇതും ഉണ്ട്. ഐ ഹാവ്, യു ഹാവ് എന്നാ വരിക. ഓക്കെ, ക്ലിയർ? യു ഹാവ് ബീൻ എന്നൊക്കെ വരും. ഓക്കെ, ക്ലിയർ? ദെൻ അപ്പൊ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ആ ടെൻസ് ഏതാന്ന് മനസ്സിലാക്കണം. ഒന്ന് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ഫോർമുല ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഹാസ് വരണമെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആവണം. ഹാവ് വരണമെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആവണം. ക്ലിയർ? ഓക്കെ, ഇനി മുതൽ ബീൻ, ഹാസും ബീനും ഒക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഇവിടെ ED വരൂല, ഇവിടെ വർക്കിംഗ് ing ആണ് വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? ഗ്രാമർ ഒക്കെ പഠിക്കണോ? വേണ്ട, സിമ്പിൾ ആണ്. ഈ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഗ്രാമർ സിമ്പിളായിട്ട് മനസ്സിലാവും. പക്ഷെ എഴുതി വെക്കണം. ഇതൊന്നായിട്ട് എഴുതി വെക്കാതെ ഞാൻ പറഞ്ഞ പോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോർമുല ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഹാസ് വരേണ്ടത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ, ഹാവ് വരേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ. ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ? ദെൻ ഓവർ ദ ഇയേഴ്സ് ഷീ ഹാവ് ലെഡ് സെവറൽ പ്രൊജക്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ. ഷീ വരുമ്പോ എന്താ മക്കളെ വരിക? ഷീ, ഹി, ഇറ്റൊക്കെ വരുമ്പോ എന്ത് വരും? ഹാസ് വരും. പറഞ്ഞു, സിംഗുലറിന്റെ കൂടെ എന്താ വരിക? ഹാസ് ആണ് വരിക. ഇവിടെ ഹാവ് ആണ്, അപ്പൊ ഹാവ് പ്ലൂറലിന്റെ കൂടെ വരുള്ളൂ, ഹാസ് ആണ് വരിക. എഴുതി വെക്കുക കേട്ടോ. ലെഡ് സെവറൽ പ്രൊജക്ട്. നെക്സ്റ്റ് വീക്ക് ഷീ വിൽ പ്രസന്റഡ്. ഷീ വിൽ പ്രസന്റ്. ഒന്ന് നോക്കിക്കേ, ഇതാരാ? ഇത് വില്ലാണ് അല്ലെ? വില്ല് എന്താണ്? വില്ല് എന്താണ്? ഐ വിൽ ഡു ഇറ്റ്. വില്ല് ഫ്യൂച്ചറിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഫ്യൂച്ചറിൽ ആരെങ്കിലും ഇവിടെ ഒരു ED ചേർക്കോ? ഫ്യൂച്ചറിൽ പ്രസന്റ് വരുമോ? പ്രസന്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പാസ്റ്റ് ആണ്, വെർബ് കഴിഞ്ഞുപോയി. പക്ഷെ നമ്മളിവിടെ പറയുന്നത് വില്ലാണ്. അപ്പൊ വില്ലിന്റെ കൂടെ എപ്പോഴും ബേസ് ഫോമേ വരികയുള്ളൂ. ഇത് നിങ്ങൾ ഓർത്തു വെക്കാം. വില്ലിന്റെ കൂടെ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബേ വരികയുള്ളൂ. ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈറ്റ്, റൈറ്റ്, ഒരു മാറ്റം വരുത്തരുത്. അത് അതേപോലെ ജമ്പ്, സ്ലീപ്പ്, റൈറ്റ്,
റീഡ് എന്നൊക്കെ പറയുന്നത്, പ്രസന്റ്, എൻജോയ് അല്ലേ, വാക്ക് എല്ലാം അതിലൊന്നും ചേർക്കരുത്, അതിലൊരു ഇ ചേർക്കരുത്, ഒരു മാറ്റം ഉണ്ടാവരുത്. ബേസ് ഫോം ഓഫ് ദ വെർബാണ് വില്ലിന്റെ തൊട്ടപ്പുറത്ത് ചേർക്കാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പൊ ഇവിടെ ഇ ചേർത്തിട്ടുണ്ട്, അപ്പൊ തെറ്റാണ്, പ്രസന്റ് ആണ് വരിക. അത് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് ഓർത്ത് വെക്കേണ്ടത്? വില്ലിന്റെ കൂടെ നമ്മൾ എന്തേ വരുള്ളൂ? വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബേ വരികയുള്ളൂ. ക്ലിയർ? ബേസ് ഫോം ഓഫ് ദ വെർബേ വില്ലിന്റെ കൂടെ വരികയുള്ളൂ. ന്യൂ പ്രൊജക്ട് പ്രപ്പോസൽ. നടാശ ഹാവ് ആണോ? ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കിക്കേ, രാധ എന്ന് പറയുന്നത് ഒരാളാണ്. ഒരാൾ വരുമ്പോ എന്താ ചേർക്കേണ്ടത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് വരും മക്കളെ? പറഞ്ഞേ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും. നടാശ ഒരു വ്യക്തിയാണ്, ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ നടാശ ഹാസ് ആണ് വരിക കേട്ടോ. ആൻഡ് ഫുൾ കോൺഫിഡൻസ് പ്രപ്പോസൽ വളരെ ഈസിയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഒന്നും തന്നെ നിങ്ങൾ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ഒരു ടേബിളും കൂടെ ഉണ്ട്, നോക്കാം. ഇൻകറക്റ്റും കറക്റ്റും റീസണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തെറ്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. വർക്കായിരുന്നു അതിൽ തെറ്റ്, വർക്ക്സ് ആണ് കറക്റ്റ്. അതിനുള്ള കാരണം ഞാൻ ഇവിടെ പറഞ്ഞു. എന്തായിരുന്നു? ഷീ വരുമ്പോ വർക്ക് വരും. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്തായിരുന്നു മക്കളെ? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്തായിരുന്നു? സിംഗുലർ ആണെങ്കിൽ എന്ത് വരും? സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? എസ്ഒ ഇഎസ്ഒ ചേർക്കണം. എസ്ഒ ഇഎസ്ഒ വെർബിന്റെ കൂടെ ചേർക്കണം സിംഗുലർ ആണെങ്കിൽ. ദെൻ പ്ലൂരൽ ആണെങ്കിലോ ഡു ആണ്, അഥവാ ഒന്നും ചേർക്കേണ്ട. ക്ലിയർ? ദെൻ ഹാസ് ബീൻ വർക്കിംഗ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ഫോം ആണ് ഈ തന്നിട്ടുള്ളത്. അതിന്റെ ഫോർമുല എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing form of the verb. Clear? Okay, then have, has, have തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. ഷീ വരുമ്പോ ഹാസ് ആണ് വരിക. ഐ മീൻ സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. സിംഗുലറും പ്ലൂറലും ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. സിംഗുലർ ഏതൊക്കെയാ മക്കളെ? ഹി, ഷീ, ഇറ്റ്, അതേപോലെ രാജു, രാധ, അങ്ങനെയൊക്കെ പറയുമ്പോൾ സിംഗുലർ. പ്ലൂരൽ ആരൊക്കെയാ? ദേ, അവർ, വി, ഞങ്ങൾ, ഒരുപാട് പേരുള്ളതിനെയാണ് പ്ലൂറൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഹാവ് വരും. ക്ലിയർ? ദെൻ വിൽ പ്രസന്റഡ് തെറ്റാണ്, വിൽ പ്രസന്റ് ആണ്. കാരണം വിൽ ടെക്സ് ദ ബേസ് വെർബ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വില്ലിന്റെ കൂടെ ആരേ വരികയുള്ളൂ? ബേസ് വെർബേ വരികയുള്ളൂ. ക്ലിയർ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാസ് എന്താണ്? നടാശ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സിംഗുലറിന്റെ കൂടെ ഹാസേ വരികളേ ഉള്ളൂ അല്ലെ? ക്ലിയർ ആണല്ലോ? സിമ്പിൾ ഗ്രാമർ അല്ലേ മക്കളെ? ഓക്കെ. ദെൻ ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഐ അഗൈൻ ടേൺഡ് ഓവർ ദ പേജ്. ഐ വണ്ടേർഡ്. ഞാൻ എൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ചു. I wondered what else I had got it when we turned up. എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. സെൻ വീതേഴ്സ് ഡാൻസ് ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് വരുന്നതിനാണ് ടേൺഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ് ടേൺഡ് അപ്പ് എന്ന് പറയും കേട്ടോ. നോക്കാം. Look at the italic words. The word turned and verb is which is verb tenses. Words like over and up used words like turn are particle. This word changes the sense of verbs such as expression, verb, particular, phrasal verbs. ഇതിനെ നമ്മൾ phrasal verbs എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാലോ മക്കളെ. phrasal verbs. A phrasal verb is a combination of a verb and a particle or adverb or preposition that together has meaning different from the meaning of the individual words. അതിലെ ഇൻഡിവിജ്വൽ വേർഡ്സിന് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ അപ്പ്, അപ്പ് പറഞ്ഞ മുകളിൽ അല്ലെ, അപ്പ്. ടേൺഡ്, ടേൺഡ് പറയുമ്പോൾ ചില സമയത്ത് തിരിയുക എന്നൊക്കെയാണ് അല്ലെ. പക്ഷെ ഈ രണ്ട് മീനിങ്ങും ആണോ? അത് ഒരുമിച്ച് വരുമ്പോൾ അല്ല അല്ലെ. വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ലിറ്റററി മീനിങ് ഓഫ്. അതിന് മാറ്റം ഉണ്ടാവും അല്ലെ. ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഉണ്ട്. ഗിവ് അപ്പ്. ഗിവ് അപ്പ് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാട്ടോ. ടു ക്വിറ്റ്, ഉപേക്ഷിക്കുക. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഗീവ് പറഞ്ഞാൽ എന്താ? നൽകുക എന്നും, അപ്പ് പറഞ്ഞാൽ ഉയർന്നതാണ്. പക്ഷെ അതൊരു മീനിങ്ങേ അല്ല. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. ക്ലിയർ? നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ഫ്രേസൽ വെർബ്സും അതിന്റെ മീനിങ്ങും കറക്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആൻസർ നോക്കാം. ഗോ ത്രൂ, ടു എക്സാമിൻ കെയർഫുള്ളി, ടു റീഡ് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ
വിശദമായിട്ട് വായിച്ചു പോകുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം വിശാലമായിട്ടൊന്ന് നിരീക്ഷിച്ചു പോകുമ്പോൾ അത് നമ്മൾ ഗോ ത്രൂ എന്ന് പറയും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളൊരു പുസ്തകം ഇങ്ങനെ വായിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗോ ത്രൂ എന്ന് പറയും. നമ്മളൊരു കാര്യം വ്യക്തമായിട്ടൊരു വീഡിയോ കണ്ട് അതിനിങ്ങനെ വിശകലനം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് പറയും? ഗോ ത്രൂ എന്ന് പറയും. Then turn up, to appear or arrive unexpectedly. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വരിക. ഓക്കെ, ഡോൺ അപ്പ്, ഡോൺ ഓൺ, ടു റിയലൈസ്, തിരിച്ചറിഞ്ഞു എന്നൊരർത്ഥത്തിൽ കേട്ടോ. ടേൺ ഓവർ, ടു ഫ്ലിപ്പ് ഓവർ, മറിക്കുക. ദെൻ ഗോ ഓൺ, ടു കണ്ടിന്യൂ, മുന്നോട്ട് പോവുക എന്നർത്ഥത്തിൽ. പാസ് അവേ, ടു ഡൈ, മരിച്ചു പോയി എന്നർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. Now replace the highlighted words or phrases in the following paragraph using the appropriate form of the phrasal verbs given the box. Go on, carry on, മുന്നോട്ട് പോയിക്കോളുന്ന അർത്ഥത്തിൽ. ടേൺ അപ്പ്, ടേൺ അപ്പ് പറഞ്ഞാൽ എന്താ? ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ സംഭവിക്കുക. ടേൺ ഓവർ, മറിക്കുക. ഗോ ത്രൂ പറഞ്ഞാൽ അതിലൂടെ ഇതിലൂടെ വിശകലനം ചെയ്ത് മുന്നോട്ട് അതിലൂടെ സഞ്ചരിച്ച് പോവുക. നൈല ഈസ് എ ഡിസിപ്ലിൻഡ് ഗേൾ ഹു ഇസ് വെരി ഇൻട്രസ്റ്റ് ഇൻ ഹെർ സ്റ്റഡി. സ്റ്റഡിയിലൊക്കെ വളരെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഷീ റീഡ്സ്, അവൾ വായിച്ചു എന്ന് പറയുന്നതിന് പകരം ഷീ ഗോസ് ത്രൂ ഹെർ ടെക്സ്റ്റ് ബുക്ക്. എന്താ മക്കളെ ഇവിടെ കണ്ടോ? ഇവിടെ ഗോ ത്രൂ എന്നായിരുന്നല്ലോ. ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ ഗോസ് വന്നത്? ഇപ്പം ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താണ് ആ ഗ്രാമർ ഒന്ന് പറഞ്ഞ്. ഷീ എന്ന് പറയുന്നത് ആരാ? ഷീ ആരാണ്? ഷീ സിംഗുലർ ആണ്. സിംഗുലറിന്റെ കൂടെ ഒരു വെർബ് ചേർക്കുമ്പോൾ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആകുമ്പോൾ ഗോ ചേർക്കുമോ? ഇല്ല, അതിൻ്റെ കൂടെ ES ഇട്ട് കൊടുക്കും. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ, സിംഗുലർ ആണെങ്കിൽ SO ESO ചേർക്കണം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗോ ത്രൂ ഇവിടെ ഗോസ് ത്രൂ ആയത്. ക്ലിയർ? ദെൻ ഹെർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്സ് ഓൺ ദ റെഗുലർ ബേസിസ് റാദർ ദാൻ ജസ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ. അവളിങ്ങനെ മറിച്ചിങ്ങനെ പോകുന്നതിന് പകരം ദ പേജസ് അവളിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. മറിച്ച് പേജുകൾ മറിക്കുക എന്നുള്ളതിന് ടേണിങ് ഓവർ എന്നാണ് പറയുക കേട്ടോ. ദെൻ ഷീ റീഡ്സ് ദം വിത്ത് കീൻ അറ്റൻഷൻ. വളരെ ശ്രദ്ധയോടുകൂടി അവൾ വായിക്കുകയാണ്. ഷീ ലവ്സ് ടു സ്റ്റഡി ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ മുതലേ പഠിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. ഷീ ബിഗിൻസ് ഹർ ലെസൺ അറ്റ് അബൌട്ട് 5:30 AM ആൻഡ് കണ്ടിന്യൂസ്. വായിച്ച് മുന്നോട്ട് പോകും എന്നൊരർത്ഥത്തിലാണെങ്കിൽ കണ്ടിന്യൂസിന് ഗോ ഓൺ എന്നാണ് ചേർക്കുക കേട്ടോ. ആൻഡ് സ്റ്റഡി ഫോർ അബൌട്ട് 2 hours. After that, she gets ready for school at 9. Her classmate Meera arrives. Turn up. അവള് ക്ലാസ്മേറ്റ് എന്ത് ചെയ്തു? ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം ഗോ ടു സ്കൂൾ ആൻഡ് ചാറ്റിംഗ് ഓൾ ദ വേ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും സ്കൂളിലോട്ട് പോയി. ഒന്നും ചെയ്യാനുള്ള ഇതുപോലെ വരണമെന്നില്ല. പാരഗ്രാഫ് ഇതല്ലല്ലോ എക്സാമിന് വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ചെയ്യാനുള്ളൂ കേട്ടോ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ക്യാരി ഓൺ, കണ്ടിന്യൂ ചെയ്തോളൂ. ടേൺ ഇറ്റ് അപ്പ്, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വരിക. ടേൺ ഓവർ, മറിച്ച് നോക്കുക, മറിക്കുക. ഗോ ത്രൂ, അതിലൂടെ വിശദമായിട്ട് അത് വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊരർത്ഥത്തിൽ. ദെൻ ആക്ടിവിറ്റി 4. Read the following passage, identify the subject and verb of the sentence and list them in the space provided one has been done for you. Tenny is a young and enthusiastic horticulturist ആണ് അല്ലേ? ഒരു നല്ല തോട്ടം നോക്കുന്നൊരു തോട്ടക്കാരനാണ്. ഒരുപാട് കൃഷിയും തോട്ടമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഹി മെയിൻറ്റെയിൻ സ്മോൾ ഓർച്ചാർഡ് നിയർ ഹിസ് ഹൗസ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അടുത്തായിട്ട് ഒരു നല്ല തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഫ്ലോറിഷ് ഇൻ ഹിസ് ഓർച്ചാർഡിൽ നല്ല പൊട്ടി വിളർന്ന് ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ട്രീ. ദിസ് ഇൻക്ലൂഡ് ബനാന, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, റംബൂട്ടാൻ, ഗോവ, മാംഗോസ്റ്റിൻ, several others. Okay. Tenny's wife, ചിൽഡ്രൻസ് ഹെൽപ്പിംഗ് മാനേജ് ദ ഓർച്ചാർഡ് മാനേജ് ചെയ്യാൻ വൈഫും കുട്ടികളും സഹായിക്കും. They believe that plants need love and care along with water and manure to grow to be fruitful. അവർ സ്നേഹവും കെയറിങ്ങും വെള്ളവും വളമൊക്കെ കൊടുക്കുന്നതിന് പോരാ അതും കൂടെ കൊടുക്കണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദ എൻറ്റയർ ഫാമിലി എൻജോയ് വർക്കിംഗ് ടുഗദർ. ആ ഫാമിലി മുഴുവൻ നല്ല പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യും. നോക്കാം, ഇതിലെ സബ്ജക്റ്റുകളും വെർബുകളും ഉണ്ട്. വെർബ് നമ്മൾ പറഞ്ഞു. വെർബ് നമ്മളിപ്പോൾ 2 രീതിക്ക് പഠിച്ചു കഴിഞ്ഞു. വെർബ് ഏതൊക്കെ രീതിയിലാണ് പഠിച്ചത്? ഒന്ന് ആക്ഷൻ വെർബ് അല്ലേ, പ്രവൃത്തികൾ അല്ലേ, തിന്നു, കുടിച്ചു, ചെയ്തു, കണ്ടു, ഇതൊക്കെ ആക്ഷൻ വെർബാണ്. മറ്റൊന്ന് ഓക്സിലറി വെർബ്, ഈസ്, ആം, ആറ്, വാസ്, വേറെ, ആസ്, ആവ്, ആഡ്, വില്ല് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ്. അപ്പോൾ 2 ടൈപ്പ് വെർബുകളുണ്ട്. അതുപോലെ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് നോക്കിക്കേ. ടെനി എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഈസ് ആണ്
ഓക്സിലറി വെർബ്. ഹി മെയിൻറ്റെയിൻസ് എന്ന് പറയുന്നത് ആക്ഷൻ വെർബാണ്. മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ട്രീ ആദ്യത്തെ സബ്ജക്റ്റ് ആണ്. ഫ്ലോറിഷ് വെർബാണ്. ദീസ് സബ്ജക്റ്റ്. ആൻഡ് ദെൻ ഇൻക്ലൂഡ് ടെനി വൈഫ് ആൻഡ് ചിൽഡ്രൻസ് അതിലെ സബ്ജക്റ്റ് ആണ്. ഹെൽപ്പ് പ്രവൃത്തി ചെയ്യുക, സഹായിക്കുക. ദ എൻറ്റയർ ഫാമിലി ഇതെല്ലാം സബ്ജക്റ്റ് ആണ്. ബിലീവ് വിശ്വസിക്കുക, എൻജോയ് ഇതെല്ലാം ആക്ഷൻ വെർബുകളുമാണ്. ക്ലിയർ? ഇനി നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഞാൻ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചു. എന്താണ് സിംഗുലർ സബ്ജക്റ്റ് എഗ്രീസ് വിത്ത് സിംഗുലർ ഫോം. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ ഫോം വെർബാണ് വരിക. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ ഫോം വരും പറഞ്ഞാൽ എന്താ? സിംഗുലർ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഡെസ്സോ എസ്ഒ ഇഎസ്ഒ വേണം. ഇനി പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ എഗ്രി വിത്ത് ദ പ്ലൂറൽ ഫോം, ഡു ഫോം ആണ് വരിക. വെർബിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ചൂസിങ് ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ഇൻ ദ ബ്ലാങ്ക്. നമ്മുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. എന്ത്? സിംഗുലർ ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ വരും, അല്ലെങ്കിൽ ഈസ് ആമ് സിംഗുലറിന്റെ കൂടെ വരിക, വാസ് സിംഗുലറിന്റെ കൂടെ വരിക. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ എ മേജർ കൺസേൺ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വരുന്നത് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് വെർബിന്റെ കൂടെ ഇഎസ്ഒ എസ്ഒ വരും, വെർബിന്റെ കൂടെ ഇഎസ്ഒ എസ്ഒ വരും. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരൊക്കെ വരും? ആമ്, ഈസ്, അതേപോലെ വാസ്, പാസ്റ്റ് ആണെങ്കിൽ വാസ്, അതുപോലെ ഹാസ്. ഓക്കെ, ദെൻ വില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് ആരുടെ കൂടെ വരിക? സിംഗുലർ ആണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ, ഒരു വെർബ് ആണെന്നുണ്ടെങ്കിൽ എസ്ഒ ഇഎസ്ഒ വരും. ആക്ഷൻ വെർബ് ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. ഇനി അതല്ല അവിടെ ഓക്സിലറി വെർബ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ആമ് വരും. ഓക്കെ, ആറ് വരില്ല, ഈസ് ആമ് വരും, അല്ലെങ്കിൽ വാസ് വരും, ഹാസ് വരും. ക്ലിയർ? ഇത് സിംഗുലർ ആണെങ്കിലാണ് കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് ഇവരൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആരൊക്കെ വരും മക്കളെ? ആദ്യം ഡു ഫോം. ഡു ഫോം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ വേണ്ട, സബ്ജക്റ്റിന്റെ കൂടെ ഒന്നും വേണ്ട, ബേസ് ആയിരിക്കും, ബേസ് ഫോം. ഓക്കെ, ബേസ് ഫോം ആയിരിക്കും. ഇപ്പൊ വർക്ക് ആണെങ്കിൽ വർക്ക്, ഓക്കെ, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, ഒന്നും ചേർക്കണ്ട. ഓക്കെ, അതൊന്ന് ബേസ് ഫോം ആണ് വരിക. ഓക്കെ, ബേസ് ഫോം വരും. ദെൻ നെക്സ്റ്റ് ആമും ഈസും ആമും വരില്ല, ആറ് വരും. ഓക്കെ, ആറ് വരും, അതുപോലെ വേർ വരും, ഹാവ് വരും. ക്ലിയർ? ഇത്രയാണ്. ഓക്കെ അല്ലേ? അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എസ്ഒ ഇഎസ്ഒ ചേർക്കുക. അതല്ല ഓക്സിലറി വെർബ് ആണെങ്കിൽ ആമും ഈസും, അല്ലെങ്കിൽ വാസ്, ഹാസ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ എസ്ഒ ഇഎസ്ഒ ഒന്നും തന്നെ ചേർക്കേണ്ട, ഡു ഫോം ആണ്. വെർബ് ആണെങ്കിൽ ഒന്നും ചേർക്കരുത്, വെർബ് അതേപോലെ തന്നെ കൊടുക്കുക. ഇനി അതല്ല ഓക്സിലറി വെർബ് ആണ് എന്നുണ്ടെങ്കിൽ ആറ് കൊടുക്കാം, വേറ് കൊടുക്കാം, ഹാവ് കൊടുക്കാം. ക്ലിയർ? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫുൾ ഗ്രാമറിന് നല്ല മാർക്കും കിട്ടും. അത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഏത് ആക്ടിവിറ്റി ചെയ്താലും നിങ്ങൾക്ക് ആൻസർ എഡിറ്റിംഗ് വർക്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ചൂസിങ് ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. നോക്കാം. റോഡ് സേഫ്റ്റി എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഹെഡിങ്. റോഡ് സേഫ്റ്റി ഈസ് എ മേജർ കൺസേൺ ഇൻ അവർ സൊസൈറ്റി. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ആറ് വരില്ല. സിംഗുലർ ആണെങ്കിൽ ഈസ് വരും. ക്ലിയർ? റോഡ് ആക്സിഡന്റ് ആർ ഇൻക്രീസിങ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. അല്ലെ, റോഡ് ആക്സിഡന്റ് വർദ്ധിച്ചിട്ടുണ്ട്. റോഡ് ആക്സിഡൻസ് എന്നാണ്. അപ്പൊ എന്താണ്? അപകടങ്ങൾ. എന്താണത്? ഒറ്റൊന്നാണ്, അല്ല പ്ലൂരലാണ്. അപ്പൊ ഈസ് വരില്ല, ആറാണ് വരിക. ഈച്ച് ഇൻഡിവിജ്വൽ പ്ലേസ് ഓർ പ്ലേ. എന്താണ്? ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തി എന്നാണ്. അപ്പൊ അത് സിംഗുലർ ആണ്. അപ്പൊ എന്താ വരിക? പ്ലേ വരില്ല, പ്ലേന്റെ കൂടെ എസ് വരും. ഐ മീൻ പ്ലേസ്. ഡെസ് ഫോം ഓഫ് ദ വെർബാണ് എടുക്കുക. ക്ലിയർ? ദെൻ എ കീ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദ റോഡ്സ്, ദ ഇൻസ്റ്റലേഷൻ ഓഫ്
ട്രാഫിക് ലൈറ്റ് ആൻഡ് സർവിയൻസ് ക്യാമറാസ് ഹാസ് ആണ് വരിക കേട്ടോ. ദ ഇൻസ്റ്റലേഷൻ ഓഫ് എന്ന് പറയുന്നത് അവിടെ സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ആണ് വരുന്നത്. ഹെൽപ്ഡ് ഇംപ്രൂവിങ് സേഫ്റ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ടീമാണ് വരുന്നത്. ടീം പറയുമ്പോൾ ഒരുപാട് പേരാണ്, അപ്പോൾ 6 വരും. വർക്കിംഗ് ടു എൻഫോഴ്സ് ട്രാഫിക് റൂൾസ് ബട്ട് മെനി ഫെയിൽസ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻറ്റ്. മെനി അറിയുമ്പോൾ ഒരുപാട് പേര് അറിയുമ്പോൾ ഡസ് ഫോം വരുമോ? ഇല്ല, ബേസ് ഫോം ആണ് വരിക. അപ്പോൾ ഡു അല്ല, അപ്പോൾ ഫെയിൽ. ആൻഡ് സേഫ്റ്റി ഹാബിറ്റ്സ് ലൈക്ക് വിയറിംഗ് സീറ്റ് ബെൽറ്റ് ഓർ ഹെൽമെറ്റ് ദോ എവരി വൺ, ഓരോരുത്തരും, എവരി വൺ നോസ് എന്ന് വരും. എവരി വൺ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ ഒരു സിംഗുലർ ആണ് വരുന്നത്, അപ്പോൾ നോസ് ആണ് വരിക. ഡേഞ്ചർ ഓഫ് ദ നെഗ്ലെക്റ്റ് ഡ്രൈവിംഗ്. സം നെഗ്ലെക്റ്റ് them and encourage lives of others. One of the most effective ways to reduce accident. ഇവിടെ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇവിടെ ആക്സിഡന്റ് ഒരുപാടുണ്ടല്ലോ, അപ്പോൾ ഈസ് അല്ലല്ലോ 6 വരെ. ഇവിടെ ഈ ആക്സിഡന്റ് അല്ല നോക്കേണ്ടത്, ഇതിൽ സബ്ജക്റ്റ് വൺ ഓഫ് ദ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആ സബ്ജക്റ്റിനുള്ളതാണ് ഈ ഈസ്. ക്ലിയർ ആയോ? Then educating people about road safety practice. In fact, the attitude of the drivers. ഇവിടെ നിങ്ങൾ ഡ്രൈവേഴ്സ് എന്ന് നോക്കരുത്, സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഈസ് വന്നത്. ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മെക്കാനിക്കൽ സ്കിൽ ഓഫ് ഡ്രൈവിംഗ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ ഇതിന് മീനിങ് പറയാതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ഇതിന് നിങ്ങൾക്കൊരു സെൻറ്റൻസ് എക്സാമിന് തരുമ്പോൾ, ഒരു പാരഗ്രാഫ് തരുമ്പോൾ അതിൻ്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ് ഗ്രാമർ ബേസ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. കാരണം സിംഗുലർ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗുലർ ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു മക്കളെ? സിംഗുലർ ആണെങ്കിൽ SO ESO വെർബിൻ്റെ കൂടെ ചേർക്കുക. ആം, ഈസ്, വാസ്, ഹാസ്. ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ബേസ് ഫോം ആറ് വേറെ ഹാവ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ സബ്ജക്റ്റ് നോക്കുക. ഒരു സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിന്റെ തൊട്ടപ്പുറത്ത് തുടങ്ങുന്നതാവും സബ്ജക്റ്റ്, തുടക്കത്തിൽ കാണുന്നതാണല്ലോ സബ്ജക്റ്റ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ അതെന്താണ് എന്ന് നോക്കിയാൽ മതി. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും ഈസി ആയിട്ട്. ക്ലിയർ? ലെറ്റ്സ് കൺവേഴ്സ്. ആക്ടിവിറ്റി 1. Imagine the doctor recommended the course of activities to the narrator instead of giving the prescription. What would be the recommendation? Write them down. അതിൽ കുറച്ച് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടില്ല, അതിനെ കുറിച്ച് പറയാണ്. I highly recommend to the follow balanced diet and drink water every couple of hours. ഞാൻ നിങ്ങൾക്ക് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നു? നല്ലൊരു ഡയറ്റും മണിക്കൂറുകൾ ഇടവിട്ടുള്ള വെള്ളം കുടിയും, അല്ലേ? യു ഹാഡ് ബെറ്റർ ടേക്ക് എ ബ്രിസ്ക് എ ലോങ് വാക്ക് എവറി ഡേ, അല്ലേ? നല്ലൊരു ഇതിൽ ലോങ് വാക്ക് ദിവസം എടുക്കുന്നതായിരിക്കും ബെറ്റർ. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഡൂയിങ് സം ലൈറ്റ് യോഗ സ്ട്രക്ചറിങ് എവറി ഡേ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ട്രൈ ചെയ്യണം? നിർബന്ധമായിട്ടും യോഗയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം. I urge to consider reducing your screen time, especially before bed. ഞാൻ എന്ത് കാര്യത്തിൽ അർജാണ്? എന്താ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്? സ്ക്രീൻ ടൈം ഉറങ്ങുന്നതിന് മുമ്പ് കുറക്കണം. മേക്ക് ഷുവർ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 7 or 8 hours sleep every night. നിങ്ങൾ ഉറപ്പ് വരുത്തണം 7-8 hours ഒരു ദിവസം ഉറങ്ങുന്നു എന്ന്. അവോയ്ഡ് ജങ്ക് ഫുഡ് ആൻഡ് ഇൻക്ലൂഡിങ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ യുവർ മീൽസ്. ദെൻ സ്പെൻഡ് സം ടൈം ഇൻ നാച്ചർ. ഡു ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്പ് യു റിലാക്സ് യുവർ മൈൻഡ്. ഇതൊക്കെ ഉപദേശങ്ങളാണ്, പ്രിസ്ക്രിപ്ഷൻസ് ആണ്. നോക്കാം. The expression given below may help you to make recommendation. You may add more to the list. Okay. I highly recommend. നമ്മളിങ്ങനെ പറയില്ലേ, നേരിട്ട് ഇപ്പം നമ്മളൊരാളോട് ഉപദേശം പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? നീ അത് ചെയ്തോ, ഇത്ര അങ്ങനെ പറയില്ല. നമ്മളൊരാളോട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നീ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉഷാറായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ബെസ്റ്റ്. ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളാണ്, ഈ രീതി ചെയ്താൽ നിനക്ക് അത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക, അല്ല നേരിട്ട് ഇത് ചെയ്യ് അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ പല രീതിയിലുള്ള റെക്കമെൻഡിങ് വേർഡ്സുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഐ വുഡ് ബി ഗുഡ് ഫോർ യു ടു. എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ് എന്ന്. വൈ ഡോണ്ട് യു ട്രൈ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ഐ സജസ്റ്റ് ദാറ്റ്. ഞാൻ അതാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. മേക്ക് യു ഷുവർ ടു. നീ ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കും, അല്ലേ? നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. നോക്കാം. ദെൻ ആക്ടിവിറ്റി 2. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ നരേറ്റർ വിഷസ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് ഡോക്ടർ ടു ഹിസ് ഫ്രണ്ട്. ഹിയർ എ ഫ്യൂ സജഷൻസ്. ഇവിടെ കുറച്ച് സജഷൻസ് തന്നിട്ടുണ്ട്. നോക്കാം.
ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹൂ ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആറ്റിറ്റ്യൂഡ് മാറ്റിമറിച്ച എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഞാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്, ഞാൻ പരിചയപ്പെടുത്തിക്കോട്ടെ എന്നാണ്. മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട് ഹൂ ടോട്ട് മീ ഹൗ ടു ലിവ് ഹെൽത്തി ലൈഫ്, എങ്ങനെ ജീവിക്കണം എന്നുള്ള എൻ്റെ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നൊരർത്ഥത്തിൽ. നൗ ഫിൽ ഇൻ ദ ഡയലോഗ് ബോക്സ്. ഹലോ ടീച്ചർ, വിൽ യു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഗേൾ ടു ദ ക്ലാസ്? ആ പുതിയ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി തരുമോ എന്നാണ്. ഓഫ് കോഴ്സ് ഡിയർ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ ന്യൂ ഫ്രണ്ട് ഹു ആർ ജസ്റ്റ് ജോയിൻഡ് അവർ ക്ലാസ് ടുഡേ. ഇതാ ഒരു യൂസേജ് പഠിക്കാനാട്ടോ. എന്താണ്? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ ന്യൂ ഫ്രണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ നിങ്ങളുടെ പുതിയൊരു ഫ്രണ്ടിനെ. ദ എക്സ്പ്രഷൻ ഗിവൻ ബിലോ മേ ബി ഹെൽപ്ഫുൾ വെൻ യു ഇൻട്രൊഡ്യൂസ് സമ്മൺ ടു അതേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യും. കുറച്ച് വേർഡ്സ് നോക്കാം. ദിസ് ഈസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്, പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതാണ് എന്ന് പറഞ്ഞിട്ട്. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരർത്ഥത്തിൽ കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തുന്നു. ഐ വുഡ് ലൈക്ക് ടു മീറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ മീറ്റ് ചെയ്തു തരുന്നു എന്നൊരർത്ഥത്തിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് അഭിമാനവും സന്തോഷം ഉണ്ടെന്ന് പറയില്ല, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്ലീസ് മീറ്റ് മൈ ടീച്ചർ ഫ്രണ്ട് ഡോക്ടർ, നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരനെ മീറ്റ് ചെയ്യൂ എന്നർത്ഥത്തിൽ, ടീച്ചറെ മീറ്റ് ചെയ്യൂ. മേ ഐ പ്രസൻറ്റ് യു, ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഹാവ് യു മെറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു സമ്മൺ വെരി സ്പെഷ്യൽ, അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈ മെൻറ്റർ. ഇതൊക്കെ യൂസുകൾ കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹു ആസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് മീ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ക്ലിയർ? ലെറ്റ്സ് ലിസൺ. മലാല യൂസഫ്സായി അഡ്രസ് ദ യുണൈറ്റഡ് നാഷൻ ഓൺ 12 ജൂലൈ 2013 her 16th birthday, emphasizing the importance of education. Would you like to listen the speech? The teacher will help you. മലാല യൂസഫ്സായിൻ്റെ ഒരു അടിപൊളി പ്രസംഗം ഉണ്ട് മക്കളെ. 2013 ജൂലൈ 12 യുണൈറ്റഡ് നാഷണലിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള പ്രസംഗമാണ്. വളരെ ഫേമസ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നവരൊക്കെ കേൾക്കും. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കാം കേട്ടോ. Shall we listen to the song now? Listen to the song How Far I Will Go from Disney Mona, performed by Ollie Grammerlaw, and complete the list in your notebook. Few lines of song ഒരു പാട്ടാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾ സൈറ്റിലൊക്കെ അടിച്ചു കൊടുത്തിട്ട് കേൾക്കുക. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. I have been staring at the edge of the long as I can, never really knowing why I wish I could be the perfect, but I come back to the no matter how hard every turn I take, every trial every path I make, every road leads to the place I know where I cannot, though I long to be. See the line where the sky meets the sea, it me, and no one knows how far it. If the wind in my sail on the sea stays behind me, one day I will. If I go, there is just no telling how far I will go. ഒരു പാട്ടാണ് കേട്ടോ. ഈ പാട്ട് ജസ്റ്റ് എഴുതിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോണിലൊന്ന് സൈറ്റിലൊക്കെ അടിച്ചിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടോ. ദെൻ ഗെയിംസ് ഓൺ, ചെറിയൊരു ഗെയിമാണ്, അതിലൂടെ കുറച്ച് വാക്കുകളും പഠിക്കാം. Fill in the blanks using hints given. You can make use of glossary, pick out the highlighted letters and fill in the slogan box given in the below. Create a similar slogan. അങ്ങനെയുള്ള ഒരു സിമിലർ ആയിട്ടുള്ള സ്ലോഗൻ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. To hinder an infection disease of the small instant, lacking courage, line of the people, vehicles moving slowly. Form of arthritis, the rear entrance of vehicles, lazy, weak and feeble. Dispenser of medicine, to press with your palm and finger, very strong wind to take by force. നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂ വേർഡ്സുകൾ, ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ന്യൂ വേർഡ്സിൻ്റെയൊക്കെ വേർഡുകളാണിത്. മീനിങ് ആണ്. ഇതിലിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ബോക്സിലുള്ള ഒരു കോളം തന്നിട്ടുണ്ട്. ആ വേർഡുകളൊക്കെ നിങ്ങൾ എടുത്തിട്ട് എഴുതുക. അപ്പം നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് കിട്ടൂല. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കിട്ടും. നോക്കാം. ഫസ്റ്റ് വൺ, ടു ഹിൻഡർ അല്ലേ, ഇമ്പീഡ്. എന്താണ് ഇമ്പീഡ് മീൻസ്? ഇമ്പീഡ്, ടു ഹിൻഡർ അല്ലെ, ഒരു തടസ്സം എന്ന അർത്ഥത്തിൽ കേട്ടോ. ആൻഡ് ഇൻഫെക്ഷൻസ് ഡിസീസ് ഓഫ് ദ സ്മോൾ, ഇതിൽ ആ കോളത്തിൽ വരുന്ന വേർഡാണ് പി എന്ന് പറയുന്നത് കേട്ടോ. അസുഖമാണ് കേട്ടോ, കോളറ. ദെൻ കൊവാഡേസ്, ലാക്കിംഗ് കറേജ്, ഭീരു അല്ലേ,
ധൈര്യമില്ലായ്മ, അതിനാണ് കൊവാഡൈസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊസഷൻ, ലൈൻ ഓഫ് പീപ്പിൾ വെഹിക്കിൾ മൂവിങ് സ്ലോലി, കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണും. എവിടെ കാണും? നമ്മൾ ബ്ലോക്കൊക്കെ ആകുമ്പോൾ കാണും കറക്റ്റായിട്ട് വാഹനങ്ങൾ ഇങ്ങനെ വരിയായിട്ട്, അതിനാണ് കേട്ടോ. കൗട്ട് മീൻസ് അസുഖമാണ്, സന്ധിവാദം എന്നൊക്കെ പറയുന്ന അസുഖം. ടെയിൽ ബോർഡ്, ദ റിയർ എൻട്രൻസ് ടു ദ വെഹിക്കിൾസ്, അല്ലേ, വെഹിക്കിൾസിന്റെ എൻട്രൻസിലൊക്കെ കാണുന്ന ബോർഡ്. സ്ലഗിഷ് മീൻസ് എന്താ? ലൈസി, മടി. ഫ്രൈൽ, വീക്ക് ആൻഡ് ഫീബിൾ, ദുർബലൻ എന്നർത്ഥത്തിൽ കേട്ടോ. ദെൻ ഡിസ്പെൻസറി ഓഫ് മെഡിസിൻ, അല്ലേ, നമ്മൾ മരുന്നൊക്കെ കിട്ടുന്ന ഡിസ്പെൻസറി. ദെൻ മസാജ്, എ പ്രസ് വിത്ത് യുവർ പാം ആൻഡ് ഫിംഗർ, മസാജ് ചെയ്യില്ല, നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഗെയിൽ, വെരി സ്ട്രോങ് വിൻഡ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ്, കൊടുങ്കാറ്റ്. ടു ടേക്ക് ബൈ ഫോഴ്സ്, സ്യൂസ്, പിടിച്ചെടുക്കുക, വലിച്ചെടുക്കുക എന്നൊക്കെ പറയില്ല, അതിനാണ് സ്യൂസ്. അപ്പോൾ ഇത്രയും വേർഡുകളാണ് നിങ്ങൾ അതിൽ എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൽ ഡാർക്ക് ആയിട്ടുള്ള ഭാഗത്തുള്ള വേർഡ്സുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് കാണാം, അല്ലേ. PADEOLUFNSGO ഒരു വേർഡായിട്ട് കാണുന്നുണ്ടല്ല, അല്ലേ. അത് റീഅറേഞ്ച് ചെയ്യണം. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ലോഗൻ എഴുതാൻ കഴിയും. പ്ലീസ് അൺഫോൾഡ് എന്ന് പറയുന്ന സ്ലോഗൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ലോഗൻസൊക്കെ നിങ്ങളും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ മക്കളെ. സോ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ള ഫുൾ ആക്ടിവിറ്റി എന്ത് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഗ്രാമർ പാർട്ടൊക്കെ വളരെ സിമ്പിളാണ്, റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് റിവിഷൻ ചെയ്യാം.